അങ്ങനെ സൗത്ത് സബൂവിൽ നേരം വെളുത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം മണി 6:10 7:20 ഇവിടെ പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. അവർ 7:20 നമ്മളെ പിക്ക് ചെയ്താൽ 2:30 മണിക്ക് തിരിച്ച് വരും. 2:30 ഉച്ച കഴിഞ്ഞ് 2:30ക്ക് തിരിച്ച് വരും. ലഞ്ച് അതിനകത്ത് പാക്കേജിനകത്ത് ഇൻക്ലൂഡഡാണ്. ഒരാൾക്ക് 1800 പെസോ. അപ്പോൾ ഇന്ന് മിക്കവാറും ആ ആക്ടിവിറ്റി ആയിരിക്കും മെയിനായിട്ട്. തിരിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത് വേറെ എന്തെങ്കിലും ചെറുകിട സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ടൂറിസ്റ്റ് അട്രാക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ വൈകുന്നേരം അത് കാണാം. അങ്ങനെ നമ്മൾ രാവിലെ ക്യാനനിയറിങ്ങിന് പോവാണ്. കറക്റ്റ് 7:20 തന്നെ അവർ പിക്ക് ചെയ്യാൻ വന്നു. ഇതാണ് വാൻ. ടൊയോട്ടയുടെ ഒരു ഹയാസിൻ്റെ വാനാണ് തോന്നുന്നു. അപ്പോൾ അത് ആൾക്കാർ ഓൾമോസ്റ്റ് 10 പേരോളം ഉണ്ട് ഇതിനകത്ത്. കൂടുതലും ഫോറിനേഴ്സ്, ബാക്ക് പാക്കേഴ്സൊക്കെയാണ്. ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ വന്നു നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി. ഹെൽമെറ്റ് കിട്ടി, എന്താണ് ലൈഫ് ജാക്കറ്റ് കിട്ടി. ഹലോ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ്, അതിനകത്ത് ചെറിയ 6 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ തന്നെ, വാട്ടർ ബോട്ടിൽ. റെഡി? ഹലോ. Minutes to walk going to the first jump, but it will only take 5 minutes if you would ride on our zipline adventure. Southeast Asia, many people do that. Yeah. So now, Well, you know that you share activities will be done like this. Yes, I'm happy. സിപ്പ് ലൈനൊക്കെ ഉണ്ട്. നേരെ 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 25 മിനിറ്റ് നടപ്പ് അവോയ്ഡ് ചെയ്തിട്ട് നേരെ സിപ്പ് ലൈനിലങ്ങ് ചെല്ലാം. അതെ, 700 പെസോ, രൂപയല്ല. ഒരു 20-25 മിനിറ്റ് ഈ ട്രെയിലിൽ കൂടെ നടക്കണം. ശരിക്കും ഇതിൽ സ്കൂട്ടർ, മോട്ടോർ സൈക്കിളുകളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ലോക്കൽ ആൾക്കാരുടെ. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി കുഴപ്പമില്ല, നടക്കാനൊരു രസമാണ്. അല്ലെങ്കിൽ സിപ്പ് ലൈനാണ് 700. Canyoneering adventure is starting from here. ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോട്ട് കുറേ സ്റ്റെപ്പുണ്ട്, ഇറങ്ങി പോകണം. നമ്മൾ ആദ്യത്തെ ജമ്പിൻ്റെ അടുത്തെത്തി. ഇവിടെ ഏതാണ്ട് 4 മീറ്ററാണെന്നാണ് പറയുന്നത് ജമ്പ് പൂളിലേക്കുള്ള. ആൾക്കാരൊക്കെ റെഡിയാവുന്നു. Okay, ready. നേരെ ചവിട്ടി ചാടിച്ച് നീട്ടി ചാടിക്കണം. Ready? 1, 2, 3, go. Okay. Ready? Are you sure? 1, 2, 3. Are you sure? No. Don't panic. ആദ്യത്തെ ജമ്പ് കഴിഞ്ഞു. ഒരു 4 മീറ്റർ ഹൈറ്റേ ഉള്ളായിരുന്നു. പക്ഷേ പ്രശ്നം താഴെ എത്താറായപ്പോൾ നമുക്കവിടെ ഓവറോൾ പൂളിൻ്റെ ഡെപ്ത് കുറവായിരുന്നു. കാലിടിച്ചില്ല, എന്നാലും ജസ്റ്റ് കീഴെ ടച്ചായി. അത്രയ്ക്കുള്ള ഹൈറ്റേ ഉള്ളായിരുന്നു. Okay, ready? 1,
1, 2, 3. സ്ലൈഡും സൈഡ് പിടിക്കാൻ ആംഗിളൊക്കെ ഒരുപാടാണ്. Bye bye. എനിക്ക് എൻ്റെ കല്ലൊക്കെ ഇടിക്കുന്നുണ്ട്. കാരണം താന്ന് പോകുമ്പോഴും ഞാൻ ഇച്ചിരി അതാ വാട്ട് യു കോൾ ഇറ്റ്? കുണിക്കുക എന്നാ പറഞ്ഞു? കുണിക്കുന്നു. ഇതിലെന്നാ പറഞ്ഞു? കുണിക്കുന്നുണ്ടല്ലോ. ട്രെയിനോ? ഓ, കൊച്ചു തീവണ്ടി, കുക്കിപ്പായും തീവണ്ടി. നല്ലൊരു വലിയ ക്യാനിയനാണ്. നല്ല സ്പേസിലോട്ടാണ്. ജമ്പും പൂളും ഒക്കെ ആയിട്ടുണ്ട്. Sir, are you okay? Okay, ready? 1, 2, 3, go. Okay. 1, 2, 3. Let's go. La 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 la. Yeah, okay. ഇതൊരു മിഡ് പോയിൻ്റായി. നമ്മൾ മിഡ് പോയിന്റിൽ വന്നപ്പോഴത്തേക്കും കടകളും ജ്യൂസും കോഫിയും എല്ലാം ഉണ്ട്. ബിയർ വരെ ഉണ്ട്. സാധനം 2-3 കടയുണ്ട് മിഡ് പോയിന്റിൽ. കൊള്ളാൻ നല്ല സ്ഥലമാണ്. ഇച്ചിരി വില കൂടുതലാണ്. കാരണം അവരിവിടം വരെ സാധനം ചുവന്നൊക്കെ എത്തിക്കണ്ടേ. അതുകൊണ്ട് നെസ്കഫേയുടെ ഈ മോക്ക കപ്പിന് 150 പെസോ ഇന്ത്യനായിരുന്നു. ലക്കിയുടെ കോപ്പിക്കോടെ അതും 150. അവരിവിടെ ചുവന്നുകൊണ്ട് സാധനം കൊണ്ടുവരണമല്ലോ. ജമ്പെല്ലാം കഴിഞ്ഞെന്നാണ്. ചെറിയൊരു പാലം സൂക്ഷിച്ച് പോകണം. പാലത്തെ കൂടെ വെള്ളത്തിൽ കൂടെ നടക്കേണ്ട കാര്യമേ ഉള്ളൂ. പാലം ഇടേണ്ട കാര്യമില്ലായിരുന്നു. അതങ്ങനെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇനിയിപ്പോൾ നടക്കണമെങ്കിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. മുമ്പേ കാപ്പ് പിടിച്ചേരി നിർത്ത വഴിയാണ് മറ്റേ ഹാഫ് വേ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും മിനിമം നടക്കാനുണ്ടായി. അടുത്ത വെള്ളം വന്നല്ലോ. ജമ്പല്ലാത്ത വെള്ളം. Hello. This side. I go like this. This is easy for me. Going to the rope swing. Huh? Rope swing. Rope. Hello.
Bye bye. This way, sir. Okay. Yeah. കൈ മുറുക്കെ പിടിച്ചോണേ. കൈ മുറുക്കെ പിടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അങ്ങ് വിട്ടാൽ മതി. Oh, that is too early. Chudappo, you should go a little more. Hold tight and bend your knees. One more. Water is good, refreshing. It's always refreshing. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു വാട്ടർഫോളിലേക്ക് നടന്നു വന്നിരിക്കുക. നല്ല വെള്ളം, നല്ല ക്ലിയറാണ്. വെള്ളം നല്ല ക്ലിയർ. അവിടെ ജമ്പ് ചെയ്യാം. ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വീണ്ടും മനോഹരമായ വാട്ടർഫോൾ എത്തി. ഹിയർ അങ്ങനെ നമ്മൾ ക്യാനനിയറിങ് കഴിഞ്ഞ് വാട്ടർഫോളും ജമ്പും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റാർട്ട് പോയിന്റിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ലൈഫ് ജാക്കറ്റ് ഹെൽമെറ്റ് ഒന്നും ഇടണ്ട, ചുമ്മാ നടപ്പാവുന്ന ഒരു ബാക്ക് പാക്ക് പോലെ പുറത്ത് തൂക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറത്ത് തൂക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. No, because whale not okay, sardine okay, turtle okay. Upper river. What is the name of the river? What river? Huh? Matutino. ഇവിടുന്ന് റിവർ നേരെ ഓഷ്യനിലേക്ക് പോകുന്നുണ്ടോ? ആ പാലത്തിനടിയിൽ കൂടെ നോക്കിയാൽ കാണുന്നതാണ് ഓഷ്യൻ. അങ്ങോട്ടാണ് ഈ റിവറിലെ വെള്ളമെല്ലാം ഒഴുകി വരുന്ന, വാട്ടർഫോൾസിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. അപ്പോൾ അങ്ങനെ ഫിലിപ്പൈൻസിൽ വന്നിട്ട് ഈ ട്രൈസൈക്കിൾ, മോട്ടോർ സൈക്കിളിൻ്റെ ഈ സ്ഥാനത്ത് കയറിയില്ലെന്നുള്ള പരാതി വേണ്ട. നമ്മൾ വാട്ടർഫോളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് വാൻ ഡ്രോപ്പ് ചെയ്ത ഓഫീസിലേക്ക് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 150 പെസോ കൊടുത്താൽ ഇതേ പോവാം. 150 പെസോ കൊടുത്ത് നമ്മൾ പോവാണ്. അപ്പോൾ ഈ മോൾ ബോളിലെ ക്യാനനിയറിംഗ് ആക്ടിവിറ്റി ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. സെറ്റപ്പ് കൊള്ളാം. ബൈക്ക് മോട്ടോർ സൈക്കിളിൻ്റെ സൈഡ് കാർ പോലെ കെട്ടിയത്. ഇവിടെ 2 പേർക്ക് ഇരിക്കാം, ബൈക്കിൽ വേണം 4 പേർക്ക് ഇരിക്കാം. അതാണ് കടൽ കാണാം. ക്യാനനിയറിംഗ് കഴിഞ്ഞ് വന്ന് നമുക്ക് ലഞ്ച് കിട്ടി. തണ്ണിമത്തന്, ഇച്ചിരി നൂഡിൽസ്, ഇച്ചിരി റൈസ്, ഒരു ഫ്രൈഡ് ചിക്കന്, പിന്നെ കൊക്കക്കോള. അത്രയാണ് അവർ തരുന്നത്. ഫ്രീ ലഞ്ച് പറ്റ പാക്കേജിൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പോയി ഇവിടുന്ന് ക്ഷീണം മാറ്റാൻ ഒരു ചെറിയ ബിയർ കൂടെ മേടിച്ചു. 100 പെസോ. റെഡ് ഹോഴ്സ് ബിയർ ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു, ലഞ്ചൊക്കെ കഴിച്ചു. മണി 12 ആയതേ ഉള്ളൂ ഇപ്പം. ശരിക്കും അവർ പറഞ്ഞത് 2:30 തിരിച്ച് ഹോട്ടലിൽ ചെല്ലുമെന്ന് പറഞ്ഞു. നമ്മളെ കൂടെ വന്ന ഗൈഡ് അവർ 10-12 പേരുള്ള ഗ്രൂപ്പായിരുന്നെങ്കിലും അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാനിയറിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ചെറിയ ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഗൈഡ് നമ്മൾ 2 പേർക്ക് വേണ്ടി മാത്രം
ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം പുള്ളി നമ്മളെ അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവിടെ അധികം ലേറ്റ് ആവാണ്ട് ഫാസ്റ്റായിട്ട് തന്നെ വന്നു. ബാക്കി നമ്മുടെ വാനിൽ വന്ന ആൾക്കാരൊക്കെ കുറച്ച് സ്ലോ ആണ്. യങ്സ്റ്റേഴ്സും ഗ്രൂപ്പും ഒക്കെ ആകുമ്പോൾ അതൊക്കെ കൂടുതൽ നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തൊക്കെയാണ് പോരുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി നേരത്തെ പോകുന്നതുകൊണ്ട് അങ്ങനെ വന്ന് നേരത്തെ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഓവറോൾ ആക്ടിവിറ്റി കുഴപ്പമില്ലായിരുന്നു. ഇതിവിടെ ഐ സർവൈവ്ഡ് ക്യാനിയനെ അറിയുമ്പോൾ ആൾക്കാരുടെ ഒരു മെസ്സേജ് ബോർഡ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 8:30 ഒക്കെ ആയെന്ന് തോന്നുന്നു നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. 8:30 സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 11:15 എക്സിറ്റ് ചെയ്തു. അപ്പോൾ 9:15 10:15 ഒരു 3 മണിക്കൂർ കൊണ്ട് തീർന്നു ആക്ടിവിറ്റി. ഇവരുടെ ഡീറ്റെയിൽസിനകത്ത് പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ സമയം എടുക്കാമെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് വേണേൽ പോരായിരുന്നു. പൈസ വന്നിട്ട് ഒരാൾക്ക് 1800 പെസോയാണ്. എന്നാലും നമ്മളവിടെ മാർക്കറ്റിൽ തന്നെ ഉള്ള ഒരു ബോർഡ് കണ്ടുകൊണ്ടൊരു ചെറിയ കടയിലുണ്ട്, അവിടെ വന്ന് ബുക്ക് ചെയ്താൽ. അപ്പോൾ അവനോട് 500 പെസോ മേടിച്ചു. ബാക്കി ഇവിടെ വന്നിട്ട് 3100 കൊടുത്തു 2 പേർക്ക്. അപ്പോൾ ദാറ്റ് മീൻസ് എനിക്ക് തോന്നുന്നത് 500 രൂപ അവൻ്റെ കമ്മീഷനായിരിക്കും. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് 3100 ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ക്യാനിയറിംഗിൽ നിന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ ഗെറ്റ് യുവർ ഗൈഡ് അങ്ങനത്തെ സ്പോൺസേഡ് ഇത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഇവരെ പോലുള്ള ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ ഇവരാണ് ശരിക്കും ആക്ച്വലി ഇവിടുന്ന് ഈ ലോക്കൽ ഗൈഡിനെ അറേഞ്ച് ചെയ്യുന്നു. നമുക്കുള്ള ഷൂ, നമുക്കുള്ള ലൈഫ് ജാക്കറ്റ്, ഹെൽമറ്റൊക്കെ തരുന്നത് ഇവരാണ്. ഇപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം ഇങ്ങനെ ഗൂഗിളിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ കിട്ടാത്തത്. അങ്ങനെയാണ് നമ്മുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ സ്കൂട്ടർ എടുത്ത് ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരോട് പോകണമെങ്കിൽ 500 പെസോ മറ്റേ അവിടെ കൊടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്യാമായിരിക്കും. അറിയില്ല, ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ രാവിലെ വന്ന വണ്ടി. ഇതാണ് പുള്ളി ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയോട് സംസാരിക്കുന്നത്, ഈ പുള്ളിക്കാരത്തി ഇത് സ്റ്റാർട്ട് ചെയ്ത് 2013 2013 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണിത് കാരണങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് വരാത്ത വെച്ചാൽ പറഞ്ഞത് ഇങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ സ്പോൺസേർഡായിട്ട് ഗെറ്റ് യുവർ ഗൈഡ് അങ്ങനത്തെ ഇതും പിന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളർ റീസെല്ലേഴ്സാണ് കൂടുതലും ചെയ്യുന്നത്. ഇവർ ആക്ച്വൽ ആക്ടിവിറ്റി പക്ഷേ ഇവരെ കൊണ്ട് ഓൺലൈനിലൊന്നും അവർ ആക്റ്റീവ് അല്ല. പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നത്. 1800 നമ്മൾ അവിടെ കൊടുത്തതും നേരെ നമ്മളിവിടെ വന്ന് ഇപ്പോൾ സ്കൂട്ടർ എടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നേരെ ഇവിടെ വന്ന് സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഡയറക്റ്റ് വന്ന് ചോദിച്ചാലും 1800 തന്നെയാവുമെന്ന് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അഡ്വാൻറ്റേജ് ഒന്നുമില്ല ഡയറക്റ്റ് വന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അല്ലാതെ കമ്മീഷൻ ബേസിസിലായിരിക്കും അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് 2 മണിയോടുകൂടെ നമ്മൾ തിരിച്ച് ആ വാനിലെ ഹോട്ടലിൽ അവർ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു വൈറ്റ് ബീച്ച് ഉണ്ട്. വൈകുന്നേരം ആവുന്നത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ, ഒത്തിരി പേര് പോകുന്നില്ലേ. ഹായ്, ഹലോ. Coffee you have? Coffee? Here. വൈറ്റ് ബീച്ച് കാണാൻ പോകുന്ന വഴിക്ക് കയറിയൊരു റെസ്റ്റോറൻ്റാണ്, ചെറിയൊരു കഫേ. റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ വിയറ്റ്നാമീസ് കോഫി പറഞ്ഞേക്കാണ്. ഇവിടെ പല ടൈപ്പ് കോഫിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വിയറ്റ്നാമീസ് കോഫി ആയിക്കൊണ്ടാണ് വിചാരിച്ചത്. ഒരു വിയറ്റ്നാമീസ് കോഫി പറഞ്ഞു. ഒക്കെയാണ് ഇവിടുത്തെ കോഫി ഹൗസിൻ്റെ വില നിലവാരങ്ങൾ. സിസ്ലിംഗ് സിസിക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോർക്കും മുട്ടയും പിന്നെ റൈസും ഒക്കെ ഉള്ളൊരു നമ്മൾ 1 പ്രാവശ്യം കഴിച്ച സാധനം. അപ്പോൾ അങ്ങനെ 2 വിയറ്റ്നാമീസ് കോഫി വന്നിരിക്കുകയാണ്. നമ്മളുടെ തൊണ്ടയുടെ ഒക്കെ അവസ്ഥ പ്രകാരം ഒരു ഹോട്ട് വിയറ്റ്നാമീസ് കോഫി, ഇവിടെ ഒരാൾക്ക് കോൾഡ് വിയറ്റ്നാമീസ് കോഫി. ഇത് മോൾ ബോൾ തന്നെ സാവേദ്ര.
ടൂ വീലർ പാർക്കിംഗ് എവിടെയൊക്കെയാണ് ബീച്ച് റിസോർട്ടുകാരുടെ അപ്പോൾ കുറേ കണ്ടല്ലോ ഇവിടെയാന്ന് തോന്നുന്നു പാർക്കിംഗ് അല്ലേ ആൾക്കാരൊക്കെ അതോ Yeah. Okay. Yeah, fine, but Okay. just pay first. Pay first? Yeah, 10 pesos per head. 10 pesos for the motorbike. പൈസ ആൾക്ക് 20 പൈസ മുതൽ 20 പൈസ അല്ല പെസോ. അപ്പോൾ ഇവിടുത്തെ ഒരു വൈറ്റ് ബീച്ചാണിത്. വൈറ്റ് ബീച്ച് കാണാൻ വേണ്ടി വൈകുന്നേരം ഇറങ്ങിയ മണി 5 ആവുന്നു. സൺസെറ്റൊക്കെ വേണമെങ്കിൽ വൈറ്റ് ബീച്ചിലിരുന്നിട്ട് കണ്ടിട്ട് പോവാം. പ്രത്യേകിച്ച് വൈകുന്നേരം ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ പോയി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഡിന്നർ കഴിച്ചാൽ മതി. അപ്പം ഇതൊരു 6 കിലോമീറ്റർ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ മാറി ഈ വൈറ്റ് ബീച്ച്. ഇന്നലെ പോയ സാർഡൈൻ ആൻഡ് മറ്റേ ടർട്ടിൽ ഇതിന് പോയ സ്നോർക്കലിങ്ങിന് പോയ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ മുകളിലോട്ടാണ് വൈറ്റ് ബീച്ച്. ബീച്ചിൽ ഇറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല വൈറ്റ് സാൻഡാണ്, അതുകൊണ്ടാണ് വൈറ്റ് ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. ബീച്ച് വോളിബോളൊക്കെ ഉണ്ട്. കുറച്ച് നേരം അടിയിൽ മാറിയിരിക്കുക. Are you friend? Yeah. ബീച്ചിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രഷായിട്ട് സാധനങ്ങൾ, ഫിഷ്, ചിക്കന്, പോർക്കോ ഒക്കെ ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലം. അവിടെ നിന്ന് 2-3 സാധനമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ബാർബിക്യൂ സാധനങ്ങൾ റെഡിയാവുന്നുണ്ട്. ബാർബിക്യൂവിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഒരു റെഡ് ഹോഴ്സ് ബിയറും കൂടെ പറഞ്ഞു. പ്രീ ഡിന്നർ ഈവനിങ് സ്നാക്സ്, ഒരു സോസേജ്, പിന്നെ ചെറിയ പോർക്ക്, ചിക്കൻ ലിവർ. നമ്മളെത്ര അവിടെ കൊടുത്തതിന് 120 പെസോ 3 കൂടെ കില്ല് ചെയ്ത് കിട്ടി. ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. He learned from his brother, and then his brother learned from his great-great-grandfather. ഒരു കോയിൻ വെച്ചിട്ട് നമ്മളൊരു കോയിൻ കൊടുക്കുകയാണെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതാക്കി മോതിരമാക്കി തരും. അതാണ് ഇവന്മാരുടെ ആക്ടിവിറ്റി. Ito sa dulo. Abalang ka magnet. ചോദിക്കാം. Journey guys. 4500 പെസോയാണ് ഒരു കോയിൻ കൊടുത്തിട്ട് മോതിരമാക്കി തരുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത്ര മെമ്മറീസ് ഒന്നും സൂക്ഷിച്ച് വെക്കാനും മാത്രമുള്ള പൈസ നമുക്കില്ല. അതെ, മാഗ്നറ്റ് എന്നാ? മാഗ്നറ്റ് എന്തിനാ? ഓക്കെ. Actually use the magnet one. മാഗ്നറ്റ് വെച്ച് പഠിക്കും. മാഗ്നറ്റ് കോയിൻ വെച്ച് പഠിക്കും. Ay sabay ang coins natin ba? What's wrong with it being magnetic? You already know what will happen if the magnetic if you go to the water and then you wear magnetic. What happens? It's not good quality. It will become like that. Do you remember that? It will become like this. Rusty. Rusty. Yeah, it will rusty. Orange. Yes. That's why your coin in your country is so good. Yeah, that's why I മാഗ്നറ്റിക് need കോയിൻ ഉണ്ടാക്കത്തില്ല. ഐ മീൻ മെറ്റൽ സ്റ്റീലിൽ ഉണ്ടാക്കത്തില്ല. സ്റ്റീൽ റസ്റ്റ് ആവും. to disappoint you.
പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ റീലിൽ കണ്ടത് ഇവർക്ക് ഇവിടുത്തെ കോയിൻ മോഡിഫൈ ചെയ്യാൻ പാടില്ലെന്ന് ഉണ്ട്. അപ്പം ഈ ടൂറിസ്റ്റ് ഇത് ഉണ്ടാക്കാനായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കൺട്രിയിലെ കോയിൻ കൊടുക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ നമ്മൾ വൈറ്റ് ബീച്ചൊക്കെ കണ്ടു. നല്ല ബീച്ചാണ്, ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. ബലൂൺസ്, സുവനീർ ഷോപ്സും സ്നോർക്കലിങ്ങിൻ്റെ സാധനങ്ങൾ. പക്ഷെ ഇന്നലെ പോയ ബീച്ചിലാണ് കൂടുതൽ സ്നോർക്കലിങ് ആക്ടിവിറ്റി ഉള്ളത്. ഇവിടെ ആക്ടിവിറ്റിയെ കുറവാണ്. ആൾക്കാർ കൂടുതലും ഒന്ന് ചില്ല് ചെയ്യാനും അൺവൈൻഡ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത്. അല്ല ബീച്ചിലെ ഷാക്ക് പോലെ നമ്മുടെ ഗോവ സ്റ്റൈലിൽ ഒത്തിരി ബീച്ച് ഷാക്കുകളൊക്കെ ഉണ്ട്. ബിയർ, സ്നാക്സ്, ഫുഡൊക്കെ കിട്ടുന്ന കൗണ്ടറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ വൈറ്റ് ബീച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ വീണ്ടും മോൾ ബോൾ ഇന്നലെ പോയ ഏരിയയിലേക്ക് കൂടുതൽ റെസ്റ്റോറൻറ്റ്സുകളൊക്കെ അവിടെയാണ്. റെസ്റ്റോറൻറ്റും കഴിക്കാൻ ഓപ്ഷൻ, ഫുഡ് ഓപ്ഷനൊക്കെ കൂടുതൽ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയാൽ ഒരു 4 കിലോമീറ്റർ അവിടെ ചെന്ന് പിന്നെ തിരിച്ച് റൂമിൽ പോകാനും 2 കിലോമീറ്ററൊക്കെ വേണം. മോട്ടോ ടാക്സിക്കാരൻ പാഞ്ഞു പോകാനുള്ളൂ. ഒരു ടിപ്പിക്കൽ ഗോവൻ വൈബാണ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ. ചെറിയ റോഡുകൾ, സൈഡിൽ റെസ്റ്റോറൻറ്റ്, ബാറുകൾ. പക്ഷേ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഗോവയെക്കൊട്ടൊക്കെ ഫാർ ഓർഗനൈസ്ഡ്, ബെറ്റർ ബിഹേവ്ഡ് പീപ്പിളുമാണ് ആൾക്കാരൊക്കെ ആണെങ്കിലും. വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയെക്കാട്ടി ഫാർ ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മോൾ ബോൾ ഏരിയയിലേക്ക് എത്തി. മോൾ ബോൾ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് എത്തിയെന്ന് കൂടുതൽ കടകളൊക്കെ കാണാൻ തുടങ്ങി. ബാർ, ഗാർഡൻ ബാർ, റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ആ മെയിൻ സ്ട്രീറ്റിനവിടെ പോയി കഴിക്കാം അല്ലേ? ഇടിയാണ്ട് തന്നെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ്, നമ്മുടെ മറ്റേ റെസ്റ്റോറൻറ്റ്. അവിടെ കയറണം, ഇന്ന് കയറേണ്ട കാര്യമുണ്ടോ? ഇന്ന് എവിടെ നിന്നാണ് കഴിക്കേണ്ടതെന്ന് നോക്കി. ഗ്രേസ് ബാർ. ഇത് വലിയ കുഴപ്പമില്ലായിരിക്കും അല്ലേ? അണ്ട് ഇവരുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി മെനുവൊക്കെ നോക്കി എങ്ങനെ ഉണ്ടോ. ആവറേജ് ഓക്കെ. ഡിന്നർ കഴിക്കാൻ സെറ്റായി. ഇതിൻ്റെ പേര് അച്ചിലിയാണോ അക്കിലി ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. റെസ്റ്റോ ബാർ ലോഞ്ച്, കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഫിലിപ്പീനോ സ്റ്റൈലാണ്. ബാർ കൗണ്ടറൊക്കെ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഡിന്നർ റെഡി ഫോർ ഡിന്നർ സോന. ഇവിടെ ഒരു ആപ്പിൾ ബിയർ, ഇവിടെ നമ്മളുടെ ലോക്കൽ ഫേവറേറ്റ് റെഡ് ഹോഴ്സ് ബിയർ. ഒരു ആപ്പിൾ ബിയറും ഒരു റെഡ് ഹോഴ്സ് ബിയറും. ഓക്കെ, ബിഫോർ ഡിന്നർ അപ്പറ്റൈസർ. ചിയേഴ്സ്. നമ്മുടെ പോർക്ക് കറി വിത്ത് റൈസ് വന്നു. ഒരാളുടെ ഡിന്നർ ഒരെണ്ണം കൂടെ വരാനുണ്ട്. അപ്പോൾ ആദ്യം പോർക്ക് വന്നു. അപ്പോൾ ഇപ്പോഴാണ് സെക്കൻഡ് ഡിഷ് വന്നത്. നമുക്ക് സെക്കൻഡ് ഡിഷ് മോൾക്ക് വന്നേക്കുന്നത് ചിക്കൻ സാറ്റേ. അതായത് ചിക്കനും ഉണ്ട്, ചിക്കനും റൈസ്, പിന്നെ എന്തോ സോസും. മോൾ ബോളിലെ വളരെ ആക്റ്റീവായിട്ടുള്ള ബീച്ച് റോഡാണ്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് കിടക്കുണ്ടല്ലോ. ഇതിനടി നോക്കിയടി 24/7. അതിൻ്റെ അപ്പുറം തന്നെ കോഫി സ്പോട്ട് 24/7. നമ്മുടെ റിസോർട്ട് കണക്കനുസരിച്ച് ഹോട്ടലാണത്. ഇവിടെ നിന്ന് ചെറുതൊരു ഡെസേർട്ട് വല്ലതും കഴിക്കുക എന്നുള്ള ഐഡിയയിൽ ഇവിടെ നിർത്തി അവരവിടെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചീസ് കേക്ക് ഉണ്ട്, പിന്നെ സിന്നമൺ റോളുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. അങ്ങനെ നല്ലൊരു ഡിന്നറൊക്കെ കഴിഞ്ഞു. വഴി കണ്ട ചെറിയ കടയിൽ നിന്ന് മേടിച്ച ഡെസേർട്ടൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു. ഹോട്ടലിൻ്റെ റൂമിൻ്റെ പുറത്ത് ചെറിയൊരു
വരാന്തയുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഇതെന്നായിരുന്നു സാധനം? സിനമൺ റോൾ ഉണ്ട്, ചീസ് കേക്ക് ഉണ്ട്. യെസ്. അപ്പൊ ഇതൊക്കെയാണ് മോൾ ബോളിലെ സെക്കൻഡ് ഡേ വിശേഷങ്ങൾ. നാളെ ഇനിയിപ്പോ ഇവിടുന്ന് രാവിലെ സെബുവിലേക്ക് തന്നെ പോകണം. പോണ വഴിയിൽ ചെറിയൊരു വാട്ടർഫോൾ ഉള്ളതായിട്ട് വായിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ കൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം. അപ്പൊ നാളത്തെ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.